ഇറാനിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും അത് ആ രാജ്യത്തെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴിതാ ട്രംപ് അടുത്ത ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. ട്രംപിൻ്റെ ഭീഷണി എന്താണെന്ന് വെച്ചാൽ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അല്ലെ ആ കരാറിലെ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ് ട്രംപിൻ്റെ ഭീഷണി. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണ് ഇറാനെ കാത്തിരിക്കുന്നതെന്ന് കൂടിയിട്ട് ട്രംപ് പറയുന്നുണ്ട്. ഇതിന് ഇറാൻ തിരിച്ചും മറുപടി നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇറാൻ്റെ മറുപടി. അതോടൊപ്പം ഈ ആക്രമണ നീക്കത്തെ തടുക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു ആക്രമണം ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ നിലവിൽ സൗദി അറേബ്യയും UAE പോലുള്ള ഘട്ടങ്ങൾ തങ്ങളുടെ മേഖല ഉപയോഗിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാകില്ല, അല്ലെ US പിന്തുണക്കില്ല എന്നുള്ള കാര്യം കൂടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെ കലഹത്തിലേക്ക് നീങ്ങുമോ അല്ലേക്കാണ് നമ്മൾ. അജിംസ്, കുറേ നാളുകളായിട്ട് ഇറാൻ ചർച്ചകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഭീഷണിയും അടിക്കടി ഉണ്ടാകുന്നു. വെനസ്വേലയിൽ ട്രംപ് നടത്തിയത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം മറയാക്കി കൂടിയിട്ട് കടുത്ത സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുക. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയൊരു ആക്രമണത്തിലേക്ക് നീങ്ങുമോ? അല്ല, മേക്ക് എ ഡീൽ എന്നാണ് ട്രംപ് ഇറാനോട് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയാണ് തോന്നുക. ഇറാൻ ഹാസ് ഓൾറെഡി മെയ്ഡ് എ ഡീൽ. നേരത്തെ തന്നെ ഒരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഒബാമ ഭരണകൂടമായിട്ടൊരു ഡീൽ, ആണവ കരാർ ഉണ്ടാക്കിയതാണ്. ഒബാമ ഭരണകൂടം, അതുപോലെ 7 വൻശക്തി രാജ്യങ്ങൾ, ഇവരെല്ലാം ചേർന്ന് ഒരു ആണവ കരാർ ഇറാൻ സാധ്യമാക്കിയതാണ്. ആണവ കരാർ എന്താണ്? നിലവിൽ അവരുടെ കയ്യിൽ ആണവായുധങ്ങളില്ല. അവർക്ക് ആണവശക്തിയുണ്ട്. അവർ ന്യൂക്ലിയർ റിയാക്ടർ സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, ഊർജ്ജ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാളെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആണവായുധം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആരോപണം. അതായത് സിഗേഷ് റോഡിലൂടെ നടന്നു പോവുകയാണ്. സിഗേഷിനെ കണ്ടാൽ നാളെ മോഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നാളെ മോഷ്ടിക്കാനുള്ള എല്ലാ കരുത്തും സിഗേഷുണ്ട്, എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കളയാം എന്ന് പോലീസ് പറഞ്ഞാൽ എത്രമാത്രം അനീതികരമായിരിക്കും അത്. അതായിരുന്നു ഇറാനോട് അവർ ചെയ്തത്. ഇറാൻ്റെ ദീർഘനാളായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായ ആണവായുധത്തിനെതിരാണ്. ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്കുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കില്ല. എന്താ കാരണം? ഞങ്ങൾ ആണവായുധത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ആണവായുധത്തിനെതിരാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ ആണവായുധം ഉണ്ടാക്കാത്തത്. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊരാക്ഷേപം ഒരു രാജ്യങ്ങൾക്കും ഇല്ല. അവർ ഇപ്പോൾ രഹസ്യമായ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇസ്രായേൽ പോലെ. ഇസ്രായേലിൻ്റെ കയ്യിൽ എത്ര ആണവായുധം ഉണ്ടെന്ന് പുറത്ത് ആർക്കും അറിയില്ല. എന്നാൽ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും, ഈവൻ CIA വരെ അറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ളത്. അങ്ങനെ രഹസ്യ കവേർട്ടായിട്ട് പോലും അത് ചെയ്യുന്നില്ല. ഇറാൻ എന്ത് ചെയ്യുന്നു? അവരുടെ സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളുടേത്. അവിടെ നിന്ന് IAEA വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇറാനും മറ്റു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊരാക്ഷേപം ഇസ്രായേലിന് പോലും ഇല്ല. എന്നിരിക്കെ അവരൊരു ആണവ ആയുധം ഉണ്ടാക്കുകയാണ്. അതായത് സിഗേഷ് എന്ത് ചെയ്യുന്നു? റോഡിലൂടെ നടക്കുമ്പോൾ നാളെ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാർ എഴുതി ഒപ്പിടും പോലെയാണ് ഈ ആണവ കരാർ. ഞങ്ങളുടെ ആണവായുധമില്ല, നാളെ ഞങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെ ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം, അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാം, തുറന്നു വെച്ചോളാം, ഞങ്ങൾ പൂർണ്ണമായും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അക്കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു കരാറുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കരാർ ട്രംപ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? റിപ്പീൽ ചെയ്യുന്നു. ഞങ്ങൾ ആ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഏകപക്ഷീയമായി പറയുന്നു. അതിന് യൂറോപ്യൻ രാജ്യങ്ങളെതിരായിരുന്നു ട്രംപിൻ്റെ ആ നടപടിക്കെതിരെ. അപ്പോൾ റിപ്പീൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവർക്കിത് ഞങ്ങളിത് ഉണ്ടാക്കുന്നില്ല എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രംപ് എന്താ ചെയ്യുന്നത്? വേറൊരു ഡീൽ ഉണ്ടാക്കാൻ പറയുന്നു. എന്തായിരിക്കും ആ ഡീലിൻ്റെ പ്രത്യേകത? മുൻപുണ്ടായിരുന്ന ഡീലിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഇനി ട്രംപ് പറയുന്ന ഡീലിൻ്റെ സവിശേഷത എന്താണ്? ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചത് എന്തെന്ന് പറഞ്ഞാണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സദ്ദാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ച് 10 വർഷം തുടർച്ചയായി അവിടെ ഒരു ബോംബിട്ട് 1 ദശലക്ഷം ആൾക്കാരെ അവരെ കൊന്നത്. അപ്പോൾ ഒരു യുദ്ധം നടത്തുക, ഒരു അധിനിവേശം നടത്തുക, 10 ലക്ഷം പേരെ കൊല്ലുക, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ അതൊരു തെറ്റായ വിവരമായിരുന്നു. അപ്പോൾ ഇതിലേറ്റവും രസകരമായൊരു ഇൻ്റർനാഷണൽ ജോക്ക് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സദ്ദാമിനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ മറുപടി എന്നാണ്? അവരുടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ ഉത്തര കൊറിയ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല? അതിന് അവരുടെ യഥാർത്ഥത്തിൽ അതുണ്ട്. ഉത്തര കൊറിയയിൽ യഥാർത്ഥത്തിൽ ആണവായുധമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇറാൻ എത്രമാത്രം, ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം അതൊരു ഒപ്രസീവ് റെജീമാണെന്നുള്ളതാണ്. ഒരു അടിച്ചമർത്തപ്പെടുന്ന ഒരു ഏകാധിപത്യ ഒരു ഭരണകൂടമാണ്, ഒരു പുരോഹിത വർഗ്ഗമാണ് അവിടെ ഭരിക്കുന്നത്. ജനാധിപത്യം പൂർണ്ണമല്ല, ജനങ്ങൾക്ക് പൗരാവകാശങ്ങളില്ല എന്നുള്ള ആക്ഷേപം പുറം ലോകത്തിലുണ്ട്. അത് മുഖവിലേക്കെടുത്താൽ പോലും ഇതിലും കൂടുതലായി ഓപ്പറേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ നോർത്ത് കൊറിയ. എന്തുകൊണ്ട് നോർത്ത് കൊറിയ ആക്രമിക്കാതെ ട്രംപ് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ബോർഡറിൽ പോയിട്ട് ഈ നേതാക്കളെ പിടിച്ച് കൈപിടിച്ച് അവിടെ സമാധാന ചർച്ച നടത്തിയെന്നുകൊണ്ടാണ്? നോർത്ത് കൊറിയയിൽ ആണവായുധം ഉണ്ട്. കാരണം നോർത്ത് കൊറിയ ആക്രമിക്കില്ല ഒരിക്കലും. അപ്പോൾ ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കാൻ പറയുന്നു? ഇപ്പോൾ ഒരു അർമട പുറപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി ഡീലിലെത്തിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവരിൽ ആണവായുധമില്ല എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇറാന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ
അബദ്ധം, ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് അവർക്ക് അണ്വായുധം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കെ അത് ഉണ്ടാക്കിയില്ല എന്നുള്ളത് മാത്രമാണ്. ആ അണ്വായുധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ABC ചാനലിന് കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂവിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നൊരു കാര്യമുണ്ട്. ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അതൊരിക്കലും ഉപയോഗിക്കാത്ത ഒരു ആയുധമാണ്. പക്ഷെ അത് അതൊരു വലിയ അസറ്റാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് ഒരു രാജ്യത്തിന് ആണവായുധം ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ അത് സുരക്ഷയുടെ ഭാഗമാണ്, ആ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ്. ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ചെയ്ത ഏറ്റവും വലിയ പരമാബദ്ധം അവർ അണ്വായുധം വികസിപ്പിച്ചെടുത്തില്ല എന്നുള്ളതാണ്. വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തരത്തിലുള്ളൊരു ഭീഷണിക്ക് മര്യാദയ്ക്ക് ഞങ്ങളുടെ കരാറിൽ ഒപ്പുവെച്ചോളണമെന്ന് അമേരിക്കൻ തൊട്ടുവരുത്താൻ അവർക്ക് വഴങ്ങേണ്ടി വരില്ലായിരുന്നു. ഒരുപക്ഷെ ഇതിൽ ഒരുപക്ഷെ ഒരു നെഗോഷിയേഷൻ തയ്യാറായേക്കാം. കാരണം ഒരു ആക്രമണം നേരിടാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ആ ഭരണകൂടത്തിനില്ല, ആ രാജ്യത്തിനില്ല, സാമ്പത്തികമായുമില്ല, സൈനികമായുമില്ല. പിന്നെ മറ്റൊന്ന് ഇസ്രായേലുമായുള്ള റൈവലറി വേറെയും നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ നെഗോഷിയേഷൻ ടേബിളിൽ വീണ്ടും ഒരു കരാറിലേക്ക് ഒപ്പിട്ടേക്കാം. പക്ഷെ അപ്പോഴും അവർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അവർ ചിന്തിക്കണം. സൈദ്ധാന്തിക പിടിവാശി ഉപയോഗിച്ച് അണ്വായുധം ഉണ്ടാക്കിയാണ് അവർ വേണ്ടത്. അത് അണ്വായുധം ഉണ്ടാക്കിയതിന് ശേഷം അമേരിക്കയുമായിട്ട് വിലപേശുമായിരിക്കും അവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഇപ്പോൾ സൗദി ഒക്കെ തങ്ങളുടെ വ്യോമപാത ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം കൂടിയിട്ട് ട്രംപ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിന് അത്രത്തോളം ഇതിനെ ഒഴിവാക്കാനുള്ള ഒരു കരുത്തുണ്ടോ? ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിന് ശേഷിയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ് ഈ ഗൾഫിലെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, അമേരിക്കയുടെ എണ്ണ താല്പര്യമുണ്ട്. ട്രംപിന് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ GCC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദത്തിന് ആ നിലയ്ക്കുള്ള പവർ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ, ഫോഴ്സ് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അമേരിക്കയുടെ രാജ്യം, അമേരിക്ക അതിനേക്കാൾ വലിയ ലക്ഷ്യം ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അമേരിക്ക പക്ഷേ ആക്രമണത്തിൽ തുനിഞ്ഞേക്കാം. ഇതിൽ നിങ്ങളൊരു ഡീലിലേക്ക് വരുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയാണ്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കി, ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു പണിക്കും ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ 2018 ട്രംപ് എന്ത് ചെയ്ത് ഒറ്റയടിക്കൽ നിന്ന് പിൻവാങ്ങി. ഇത് പോരാ, ശക്തിയില്ലാത്തതാണ് ഒബാമ ഒപ്പിട്ടിരിക്കുന്നത് എന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. അമേരിക്ക പിൻവാങ്ങുന്നു, അമേരിക്ക സാങ്ഷൻസ് എല്ലാം പുനഃസ്ഥാപിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് ലൂസായി. കഴിഞ്ഞ വർഷമാണ് ഒഫീഷ്യലി ഇതിൽ നിന്ന് ഇറാൻ ക്വിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നുണ്ടാക്കിയ കരാർ തന്നെ ഒരർത്ഥത്തിലൊരു അനീതിയാണ്. അവർക്കൊരു പ്രോജക്റ്റും അണുവായുധം ഉണ്ടാക്കാനില്ല എന്നിരിക്കെ അവരെ പൂർണ്ണമായും കെട്ടിയിടുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ആ കരാർ തന്നെ ശക്തിയില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞ ട്രംപ് ഇനി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന കരാർ എന്തായിരിക്കും? നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഒബാമ അന്നുണ്ടാക്കിയ കരാർ പോരാ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങിയ ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന കരാർ, അതിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒന്ന്, നിങ്ങളുടെ ദീർഘദൂര ബാലിസ്റ്റിക് പ്രോജക്റ്റുകളിൽ നിന്നെല്ലാം നിങ്ങൾ പിൻവാങ്ങണം. അത് ഇറാനെ കൊണ്ട് ആലോചിക്കാൻ കഴിയുന്ന കാര്യമില്ല. കാരണം ഇറാൻ്റെ കയ്യിലുള്ളത് അവരുടെ വ്യോമശക്തിയല്ല, അവരുടെ കയ്യിലുള്ള അവരുടെ സമുദ്രശക്തിയല്ല, അവരുടെ കയ്യിലുള്ളത് ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആ പ്രോജക്റ്റ് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ സൈനികമായിട്ടുള്ള എല്ലാ വികാസ പരിപാടികളും അവസാനിപ്പിക്കണം. രണ്ടാമത്തെ, നിങ്ങളുടെ കയ്യിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പ്ലാന്റുകൾ മിക്കതും അടച്ചുപൂട്ടണം. കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് പറയുന്നത് നിങ്ങൾ ഡിസ്പോസ് ചെയ്യുകയോ ഒഴിവാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യണം പോലുള്ള ആവശ്യങ്ങൾ ട്രംപിൻ്റെ ടീം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കരാറിലുണ്ടെന്നാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഇറാനിൻ്റെ ഒരു സ്വത്വം എന്ന് പറയുന്ന സംഗതി എന്താണ്? സൈനികമായിട്ട് അവരുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള അവരുടെ പവർ കംപ്ലീറ്റായി നിങ്ങൾ തന്നെ നശിപ്പിച്ച് കളയണം അമേരിക്കയുടെ തൃപ്തിക്ക് വേണ്ടിയതാണ്. അതിലിപ്പോൾ യുദ്ധം ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കാര്യം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ഇറാൻ്റെ ഇതിലുള്ള ഒഫീഷ്യൽ റെസ്പോൺസ് എല്ലാം. അതുകൊണ്ട് ഈ കരാറിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഓഫ് കോഴ്സ് ഈ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ യുദ്ധം ഉണ്ടാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്, പരമാവധി ആഗ്രഹിക്കുന്നവർ യുദ്ധം ഉണ്ടാതിരിക്കാനാണ്. അതുകൊണ്ടാണ് അവസാനം പ്രഖ്യാപിച്ച ചില എക്സിക്യൂഷൻസൊക്കെ അവർ ഫ്രീസ് ചെയ്യാൻ കാര്യം. ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കാനാണ്, ഞങ്ങളെല്ലാം അടിച്ചമർത്തുകയും എല്ലാവരും കൊന്നുകളയുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രംപ് ആവശ്യപ്പെടുന്ന ഡീൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ആകമാനം തടസ്സപ്പെടുന്നതാണ്. നിങ്ങൾ ഹിസ്ബുള്ളക്ക് പൈസ കൊടുക്കരുത്, ഹമാസിന് പൈസ കൊടുക്കരുത് എന്നൊക്കെയുള്ള ആവശ്യം, നിങ്ങൾ പ്രോക്സികളെ വളർത്താൻ പാടില്ല, നിങ്ങൾ സൈനിക ശക്തിയായി വികസിക്കാനുള്ള നിങ്ങളുടെ സകല വാതിലും അടച്ചു വെക്കണം എന്ന ആവശ്യം എന്തുമാത്രം പോസിബിൾ ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും അതിൻ്റെ പേരിൽ ഇപ്പോൾ ട്രംപ് ആക്രമിക്കാൻ വരികയാണെന്ന് ചോദിച്ചാൽ ആക്രമണത്തിന് റിട്ടാലിയേഷനും ഉണ്ടാവുമല്ലോ. ആ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും അമേരിക്ക കൈകാര്യം ചെയ്യാമെന്ന് ഉറ്റുനോക്കണം. അമേരിക്കയേക്കാൾ കൂടുതൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ചുറ്റുമുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നേരെയുള്ള ഏത് ചെറിയ പ്രകോപനവും ഞങ്ങൾ പൂർണ്ണ യുദ്ധമായിട്ട് എടുക്കുകയും ഞങ്ങൾ അതിൻ്റെ പ്രതികാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു, ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇറാൻ അങ്ങോട്ട് പ്രഖ്യാപനത്തിലേക്ക് പോയ ഒരു യുദ്ധത്തിൽ അമേരിക്കയോട് ജയിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവിടെ ഒരു നാശം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ആ നാശം താങ്ങാൻ തൽക്കാലം ലോക സമ്പദ്ഘടനയ്ക്കോ ലോകത്തിൻ്റെ ആ റീജിയനോ ശേഷിയുണ്ടെന്ന് തോന്നുന്നില്ല. സോ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് ഈ ആക്രമണം ഹോൾഡ് ചെയ്താലേ ഉള്ളൂ. ഇറാനെ സംബന്ധിച്ച് അമേരിക്ക എന്തൊരു പദ്ധതിയിലാണ് ഇറാനിലൊരു റെജീം ചേഞ്ച് കൊണ്ടുവരിക, ഈ പറയുന്ന ഭരണകൂടങ്ങളെ തകർക്കുക. അപ്പോൾ ഇന്ന് പല പോർട്ടലുകളും പറയുന്നു ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ അമേരിക്ക നടത്തിയേക്കാം. ഈ പറഞ്ഞ ഇവരുടെ IRGCയുടെ ബേസുകൾ ആക്രമിക്കുക, അല്ലെങ്കിൽ ന്യൂക്ലിയർ പോയിന്റുകൾ ആക്രമിക്കുക പോലുള്ള
ലിമിറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് അറ്റാക്കുകൾ മാത്രം നടത്തിയേക്കാമെന്നാണ്. പക്ഷേ അത്തരം ആക്രമണം കഴിഞ്ഞ നത്താൻസ് ആണവ നിലയത്തിൽ കഴിഞ്ഞ തവണ ബോംബിട്ടല്ലോ, കഴിഞ്ഞ ജൂണിൽ ബോംബിട്ടപ്പോൾ ഇറാൻ പ്രതികരിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല ഇനിയുള്ള പ്രതികരണം എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഉദ്വേഗജനകമായിട്ടുള്ള സാഹചര്യമാണ്. ഉണ്ടാകുന്ന ആക്രമണത്തെ ഇറാൻ അവരുടെ റെജീമിനെ മൊത്തം, അവരുടെ ആയത്തുള്ള ഖാംനയെ മാറ്റാനുള്ള ശ്രമമായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ അതൊരു വലിയ യുദ്ധമായിട്ട് മാറും. കാരണം അത് മാറ്റിയിട്ടുള്ള കോമറം മറ്റേതൊരു ആണവ നിലയത്തിൻ്റെ പരിസരത്ത് അത് തന്നെ അവിടെ യുറേനിയം അവർ നീക്കിയ ശേഷമാണ് ബോംബ് വീണെന്ന് പറയുന്നത്, ഈ B2 വന്ന് ബോംബിട്ടത്. ഇതതുപോലെയല്ല, ഇവരുടെ റെജീം, ഇവരുടെ ഭരണകൂടത്തെ, ഇസ്ലാമിക് റവല്യൂഷനിലൂടെ വന്ന ഭരണകൂടത്തെ മാറ്റാനാണ് അമേരിക്ക വരുന്നതെങ്കിൽ അതൊരു വലിയ യുദ്ധമായിട്ട് പോകും. കാരണം അത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു വലിയ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.